നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ മുരുക. ഓം ഹര നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. സർവേശ്വരാമേ. ശുഗമഹർഷി ബ്രഹ്മനിഷ്ഠനായിട്ടിരിക്കുന്നു. അച്ഛൻ വേദവ്യാസൻ ഭാരതം രചിച്ചു കഴിഞ്ഞ സമയത്ത് പോലും കാണിക്കാത്ത താല്പര്യം ശുഗൻ ഭാഗവതം കേട്ടിട്ട് കാണിച്ചു എന്നാണ്. അച്ഛൻ ബർഹാവീടം നടവരവ് കർണയോ കർണികാരം വിഭ്രദ്വാസ കനക കവിശ വിജയന്തിയും ജമാല എന്നുള്ള ശ്ലോകം ചെല്ലുന്ന കേട്ടിട്ട് അത്രേ ശുഗൻ സമാധി നടന്നിട്ട് ഇതെന്താ അച്ഛൻ പാടിയത്, ഇത്ര ആനന്ദം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് അന്വേഷിച്ച് വന്നപ്പോൾ പറഞ്ഞു, നീ ഓൾറെഡി ബ്രഹ്മനിഷ്ഠനാണ്, നീ സമാധിയിൽ ഇരുന്നിട്ട് എന്തിനാ വെറുതെ സമയം വേസ്റ്റാക്കണേ, അതുകൊണ്ട് നീ ഈ ആനന്ദത്തിൽ മുങ്ങി കുളിക്കുകയെന്ന് പറഞ്ഞിട്ട് ഭാഗവതം പഠിപ്പിച്ചു. അതായത് ബ്രഹ്മനിഷ്ഠന്മാർക്ക് പോലും ആനന്ദത്തിൽ ആറാടാനുള്ള അവസരമാണ് ഭാഗവതം എന്ന് പറഞ്ഞ് 8ാമത്തെ അധ്യായത്തിൽ ചെല്ലുമ്പോൾ മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കഥയെ കൊണ്ടുപോവാണ് വ്യാസൻ. ഉത്തര ആ സമയത്ത് അഭിമന്യുവിൻ്റെ വിധവയാണ്, ഗർഭിണിയാണ്, പൂർണ്ണ ഗർഭിണിയാണ്. പാണ്ഡവരുടെ മക്കളെ രാത്രി പടകുടീരത്തിൽ കടന്നിട്ട് അശ്വത്ഥാമാവ് വെട്ടിക്കൊന്നു. കൃപാചാര്യർ പറഞ്ഞു അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഓരോ മനുഷ്യനും അവനവൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അപ്പപ്പ എന്ത് ബുദ്ധിയാണോ തോന്നുന്നത് അത് ചെയ്യണം ഉചിതമെന്നും പറഞ്ഞിട്ടാണ് വെട്ടിക്കൊന്നത്. അങ്ങനെ കൊലപ്പെടുത്തിയതിന് ശേഷം പാഞ്ചാലി മക്കളൊക്കെ മരിച്ചുപോയി ദുഃഖിച്ച് മാറത്തരച്ച് കരഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ഭഗവാനും അർജുനനും കൂടെ പോയി അശ്വത്ഥാമാവിനെ ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ട് വന്നു. ആ പിടിച്ചുകൊണ്ട് വന്ന സമയത്ത് ഭഗവാൻ പറഞ്ഞു അവൻ്റെ ശിരച്ഛേദം ചെയ്യണം പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു തലവട്ടണം. പക്ഷെ ദ്രൗപദിയുടെ കാൽക്കൽ ദ്രൗണിയെ അശ്വത്ഥാമാവിനെ പിടിച്ച് നിർത്തിയപ്പോൾ ദ്രൗപദി പറഞ്ഞു, എനിക്കുണ്ടായ വേദന ഇയാളുടെ അമ്മയ്ക്ക് ഉണ്ടാവരുത്, അതുകൊണ്ട് ക്ഷമിക്കാൻ പറഞ്ഞു. ഭീമൻ പറഞ്ഞു കൊല്ലണം. അർജുനൻ അപ്പോൾ ഭഗവാനെ നോക്കി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ തന്നെ കൊല്ലണമെന്നും പറയും കൊല്ലണ്ടെന്നും പറയും, അപ്പം നീ എന്താ ഉചിതമായിട്ട് ചെയ്തോ, എന്നെയും സന്തോഷിപ്പിക്കുക, നിൻ്റെ ചേട്ടൻ ഭീമനെയും സന്തോഷിപ്പിക്കുക, നിൻ്റെ ഭാര്യയും സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞ് മാറി നിന്നു. ഭഗവാന്റെ രീതി എപ്പോഴും അതാണ്. ഭഗവാൻ 2 സൈഡും കളിക്കും. അർജുനൻ അന്നത്തെ കാലത്ത് ഒരു ബ്രാഹ്മണനെ എങ്ങനെയാണോ, അശ്വത്ഥാമാവ് ബ്രാഹ്മണനാണ്, ആയുധം എടുത്ത ബ്രാഹ്മണനാണ്, അപ്പോൾ അദ്ദേഹത്തിനെ എങ്ങനെയാണോ കൊല്ലുന്നതിന് തുല്യമാക്കുന്നത് അതിനു വേണ്ടിയിട്ട് മുടി പിടിച്ച് പറിച്ച് ആ തലയിൽ അദ്ദേഹത്തിന് ജന്മനാ ഒരു മണി, ഒരു വിശേഷ രത്നമുണ്ട്, അതിനെ കത്തി കൊണ്ട് വെട്ടിയെടുത്ത് അദ്ദേഹത്തിനെ നമ്മൾ ഈ പണ്ട് കഴുതപ്പുറത്തൊക്കെ കയറ്റി പുള്ളിയൊക്കെ കുത്തി വിടില്ല, അതുമാതിരി മുടിയൊക്കെ അവിടെ വടിച്ച് വിട്ടിട്ട് മുട്ടയൊക്കെ ആക്കി, എന്നാൽ മുട്ടയല്ല താനും, അങ്ങനെ തള്ളി വിട്ടു. ഇദ്ദേഹം നേരെ പോയി. ആ സമയത്ത് ഭഗവാൻ അവിടുന്ന് ദ്വാരകയിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്ന സമയത്ത് ഉത്തര മാറത്തരച്ചുകൊണ്ട് ഈ ഗർഭിണിയായിട്ടുള്ള പെൺകുട്ടി, നമ്മൾക്ക് എത്ര തന്നെ വയസ്സുണ്ടാവും, യുദ്ധം നടക്കുന്ന സമയത്ത് അഭിമന്യുവിനെ കല്യാണം കഴിപ്പിക്കുമ്പോൾ ഒരു 13 വയസ്സുണ്ടാവും. എനിക്ക് തോന്നുന്നത് വിധവയാവുമ്പോൾ ഒരു 14, 15 വയസ്സ്, 16 വയസ്സുണ്ടാവും. അത്ര പ്രായമുള്ളൂ. ഓടി വരികയാണ്. ഗർഭസ്ഥനായിട്ടുള്ള തൻ്റെ ശിശു ആണ് പാണ്ഡവന്മാരുടെ വംശത്തിനെ അവശേഷിപ്പിച്ചിട്ടുള്ളത് എന്ന് കണ്ടിട്ട് അതിൻ്റെ നേരെ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിരിക്കുന്നു. അവൾ ഭയചകിതയായിട്ട് ഭഗവാനെ അഭയം പ്രാപിച്ചിട്ട് ഭഗവാനെ സ്തുതിക്കും. അല്ലയോ കൃപാമൂർത്തെ, ഈ അസ്ത്രം എന്നെ വേണമെങ്കിൽ നശിപ്പിച്ചോളട്ടെ. എല്ലാ അമ്മമാരും അങ്ങനെ പറയാം, ഞാൻ മരിച്ചാലും കുട്ടി രക്ഷപ്പെടണം എന്ന് പറയും. ഞാൻ മരിച്ചാലും കുഴപ്പമില്ല. ഈ ഗർഭസ്ഥ ശിശു എന്ന് പറയുന്നത് പാണ്ഡവന്മാരുടെ വംശാങ്കുരമാണ്. ആ വംശാങ്കുരം വീണ്ടും മുളയ്ക്കണം, ഇതിനെ പരിപാലിക്കണേ എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ അഭയം പ്രാപിച്ചപ്പോൾ ഭഗവാൻ തൻ്റെ സുദർശന ചക്രം കൊണ്ട് ആ ബ്രഹ്മാസ്ത്ര തേജസ്സിനെ നാമാവിശേഷമാക്കിയിട്ട് ഉത്തരയുടെ ഗർഭത്തിനെ പാലിച്ചു എന്നാണ്. അതുകൊണ്ടുണ്ടായ ഗുണം എന്താ, പരീക്ഷിത്ത് ഗർഭാവസ്ഥയെ തന്നെ ഭഗവാന്റെ ദർശനം കിട്ടി. ഈ ഭ്രൂണായിട്ട് കിടക്കണ കുഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ ചതുർബാഹുവായിട്ട് ഏതോ ഒരാൾ തന്നെ വലയം ചെയ്ത് നിൽക്കണം. കയ്യിലൊരു ഭയങ്കര ചക്രമുണ്ട്. പരീക്ഷിത്ത് കണ്ട ആ രൂപത്തിനെ ഗർഭിണികൾ ധ്യാനിക്കുന്നത് വളരെ വിശേഷമാണ്. ഇപ്പോൾ ഡെലിവറിയൊക്കെ കോംപ്ലിക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഗർഭത്തെ രക്ഷിക്കണ ഭഗവാനെ ധ്യാനിക്കുന്നത് വളരെ വിശേഷമാണ്. ഭഗവാൻ സകല ഭൂതങ്ങളുടെ അകത്ത് ഇരിക്കുന്നതുകൊണ്ട് ഉത്തരയുടെ ഗർഭത്തിൽ പ്രവേശിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഉണർന്നു. അതിൻ്റെ ഉള്ളിൽ ഉണർന്ന് സംരക്ഷിച്ചു. ആ രംഗം
കണ്ടിട്ടാണ്. അത് പിന്നീട് മഹാഭാരതത്തിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കഥയാണ്. ഇവിടെ ഗർഭത്തിൽ തന്നെ സംരക്ഷിക്കുക ചെയ്ത് മഹാഭാരതത്തിൽ ചാപിള്ളയെ പ്രസവിച്ച് ഭഗവാൻ അതിനെ ജീവിപ്പിച്ചതായിട്ടാണ്. അതെന്തായാലും ആൾക്കാർ പറഞ്ഞു വന്നപ്പോൾ കാലക്രമേണ മാറ്റങ്ങൾ വന്നതായിരിക്കാം. നമുക്കതൊന്നും നോക്കണ്ട, ഭഗവാന്റെ മഹിമ മാത്രം നോക്കിയാൽ മതി, പരീക്ഷത്തിൻ്റെ ഭാഗ്യം മാത്രം നോക്കിയാൽ മതി. എന്നിട്ടാണ് കുന്തി, ആ മാതാവ് ഭഗവാനെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ബന്ധു. പറയാൻ കുന്തിയുടെ സഹോദരൻ വസുദേവർക്ക് പോലും ഭഗവാൻ മകനാണ് എന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പുറത്ത് മറ്റുള്ളവരുടെ അടുത്ത് അന്വേഷിച്ച് നടക്കും ബ്രഹ്മജ്ഞാനം. നാരദൻ തന്നെ പറയുന്നുണ്ട്, ഇവിടെ മകനായിട്ട് ബ്രഹ്മൻ ജനിച്ചിട്ട് നീ പുറത്ത് അന്വേഷിച്ച് നടക്കണോ എന്ന് പറയുന്നുണ്ട്. അതെപ്പോഴും അങ്ങനെയാണ്. സ്വന്തം വീട്ടിൽ വലിയ വിലയുണ്ടാവില്ല ആചാര്യന്മാർക്ക് ചിലപ്പോൾ. അപ്പോൾ ഈ കുന്തിയുടെ അഭിപ്രായം അങ്ങനെയല്ല. കുന്തിക്കറിയാം തൻ്റെ സഹോദരപുത്രൻ ബ്രഹ്മാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞ അങ്ങോട്ട് ഒരു സ്തുതി. കുന്തിയുടെ സ്തുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു പ്രഭാഷണത്തിന് വിഷയമാണ് ശരിക്കും. കോടാനുകോടി ബ്രഹ്മാണ്ഡ നായകനായിട്ടുള്ള നിനക്ക് നമസ്കാരം. നിൻ്റെ ഓരോ ലീലയും അത്ഭുതമാണ്. നിൻ്റെ ലീലകൾ കൊണ്ട് ലോകത്തിനെ മുഴുവൻ നീ മോഹിപ്പിക്കുകയാണ്. ത്രിമൂർത്തികളെ വരെ നിയന്ത്രിക്കണം നീ. നിന്നെ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം കയറുമായിട്ട് വരണ അമ്മയെ കാണുമ്പോഴേക്കും പേടിച്ചരണ്ടവനെ പോലെ കണ്ണീരൊഴുക്കി നിൽക്കണു. പുരന്ദരദാസൻ ഇതാണല്ലോ പറഞ്ഞത്, ജഗതോദ്ധാരണ അടിസീതളെ യശോദേ. ജഗത്തിനെ ഉദ്ധരിക്കണവൻ്റെ കൂടെ യശോദ മിറ്റത്ത് കളിക്കണമെന്ന്. അപ്രമേയനായിട്ടുള്ള അളക്കാൻ പറ്റാത്ത മഹിമയുള്ള അവൻ്റെ കൂടെ യശോദ മണ്ണ് കളിക്കണു. യശോദയ്ക്ക് അറിയോ ഇതാരാന്ന്? അതാണ് നമ്മുടെ ഭാഗ്യം. അപ്പം കുന്തി അനുസ്മരിക്കുകയാണ്. ഭയചകിതനായിട്ട് നീ കണ്ണീരൊഴുക്കണു. ഹാ, എന്താ ആളെ പറ്റിക്കാൻ, എന്ത് നല്ലൊരു മോഹന ലീലയാണ് നീ ആടിയത്. ഇതൊക്കെ ഓരോരുത്തരെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യണേ. ആ ഒരു വാത്സല്യത്തോട് കൂടിയിട്ട് എന്നിട്ട് അഭാവം പൂണ്ടിട്ട് പറയുക, സകല ആപത്തുകളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിച്ചു. ഭഗവാൻ അവരെ രക്ഷിക്കാത്തത് എവിടെയാണ്? അരക്കില്ലത്തുനിന്ന് രക്ഷിച്ചു. വിദുരർക്ക് ആരാ മെസ്സേജ് അയച്ചത്? ആരാണ് ആശാരിയെ അയച്ച് ഘനകനെ അയച്ചിട്ട് തുരങ്കൊണ്ടാക്കിച്ചു കൊടുപ്പിച്ച്? ആരാണ് ഏകചക്രയിൽ അവരെ തേടി വന്നത്? മഹാഭാരതത്തിൽ സ്വയംവരത്തിൻ്റെ സമയത്ത് ആ കൃഷ്ണൻ ബലരാമനെ നമ്മൾ കാണുന്നുള്ളൂ. ഭഗവാന്റെ ബാലലീലയൊന്നും മഹാഭാരതത്തിലില്ല. ഭഗവാന്റെ ചെറുപ്പം എന്തായിരുന്നു എന്ന് പോലും ആർക്കും അറിയില്ല. കംസനെ കൊന്ന കഥയൊന്നും മഹാഭാരതത്തിലില്ല. ഭഗവാൻ പ്രത്യക്ഷപ്പെടണം ദ്രൗപദി സ്വയംവരത്തിൻ്റെ അവിടെയാണ്. ചേട്ടൻ്റെ കൂടെ ഇരിക്കുമ്പോൾ പറയും, അതാ അപ്പുറത്തെ ഗാലറിയിൽ ഇരിക്കുന്ന ബ്രാഹ്മണരെ കണ്ടോ, അത് നമ്മുടെ കസിൻസാണ്. ആ ഇരിക്കുന്ന യുധിഷ്ഠിരനാണ്, ആ തടിയൻ ഭീമനാണ്, ആ തേജസ്സോടെ ഇരിക്കുന്ന അർജുനനാണ്, ആ മറ്റു രണ്ട് സുന്ദരന്മാർ നകുല സഹദേവന്മാരാണെന്ന് പറയും. ഭഗവാനാണ് അവരെ തിരിച്ചറിയണത് ആദ്യം. ദ്രൗപദി രഹസ്യ സന്ദേശം അയക്കും, എനിക്ക് അങ്ങേ വിവാഹം കഴിക്കണം എന്ന്. അപ്പം മറുപടി കൊടുക്കും, എനിക്ക് തുല്യം ഒരുത്തൻ നിന്നെ വിവാഹം കഴിക്കും. ഞാൻ നിന്നെ വിവാഹം കഴിക്കില്ല, നീ എനിക്ക് സഖിയായിരിക്കും. ആ പ്രോമിസ് അവസാനം വരെയും കൊണ്ടു കിടന്നു ഭഗവാൻ. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ അനവധി ആപത്തുകളിൽ നിന്നാണ് പാണ്ഡവന്മാരെയും കുന്തിയൊക്കെ രക്ഷിച്ചത്. എന്നിട്ടാണ് ദേവി എന്താ പറയുക, പ്രസിദ്ധമായിട്ടുള്ള ആ വരി പറയണത്, ആപത്തുകൾ ഞങ്ങൾക്ക് മേൽക്കുമേലെ തരണേ ഭഗവാനേ എന്ന് പറയും. പരീക്ഷത്തിനെ രക്ഷിച്ചു കഴിഞ്ഞ സമയത്ത് ആ കഥ പറഞ്ഞ് നിർത്തുമ്പോൾ സൂതൻ ചോദിക്കുന്നുണ്ട്, എന്താ പറയുക, ശൗനകാദികൾ ചോദിക്കുന്നുണ്ട്, ഈ കഥ കേട്ടിട്ട് ആശ്ചര്യം എന്നേ പറയാനുള്ളൂ പറഞ്ഞിട്ട് അവരിങ്ങനെ കവളത്ത് കഴിച്ചിട്ടിരുന്നു, സന്യാസിമാർ മഹർഷിമാർ. അപ്പോൾ സൂതൻ കഥ പറഞ്ഞ ആൾ പറയും, ഇതിലിപ്പോൾ എന്താ ആശ്ചര്യം പറയാനാ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, സർവാശ്ചര്യമയേ അച്യുത എന്നാണ്. അച്യുതൻ എന്ത് ചെയ്താലും ആശ്ചര്യമാണ്. ആ അച്യുതനെയാണ് ഇവിടെ തങ്ങളെ ആപത്തുനിന്ന് രക്ഷിച്ചു എന്ന കാരണം പറഞ്ഞിട്ട് അമ്മ സ്തുതിച്ചത്. കുന്തി സാധാരണ സ്ത്രീയാണ്, എന്നാൽ സാധാരണ സ്ത്രീ അല്ലാതാനും മന്ത്രബലമുള്ള ആളാണ്. ദേവന്മാരെ ആകർഷിച്ച് വരുത്തി പുത്രോത്പാദനം ചെയ്തിട്ടുള്ള ആളാണ് അവർ. ജീവിതം മുഴുവൻ യാതന അനുഭവിച്ച ഒരാളാണ്. മക്കളെ വളർത്താൻ വേണ്ടി ആദ്യ പ്രസവത്തിലെ മകനെ ഉപേക്ഷിക്കേണ്ടി വന്നവളാണ്. പക്ഷെ പക്വതയുള്ളവളാണ്. ഒരുപക്ഷെ സ്ത്രീ കഥാപാത്രങ്ങളിൽ ഏറ്റവും പക്വതയുള്ള കഥാപാത്രം പ്രഥ എന്ന കുന്തിയുടെ കഥാപാത്രമാണ്. ആ ദേവി ഭഗവാനെ സ്തുതിച്ചിട്ട് പറയും, വിപദസ്സന്തുന ശശ്വത്തതത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യത്സാദ പുനർഭവ ദർശനം. ജഗദ്ഗുരുവായ ഭഗവാനെ, ഞങ്ങൾക്ക് അപ്പോഴപ്പോഴൊക്കെ ആപത്തുകൾ തന്ന് അനുഗ്രഹിക്കണേ. കാരണം അങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് അങ്ങേ കാണാൻ പറ്റും. കാരണം അങ്ങ് ഞങ്ങളെ രക്ഷിക്കാൻ വരും.
അത്ര ഉറച്ച കോൺഫിഡൻസ് ഉള്ളൊരു ഭക്തനെ ഇത് പറയാൻ പറ്റുള്ളൂ. നമ്മളങ്ങനെ പ്രാർത്ഥിക്കണത് ആലോചിച്ചിട്ട് വേണം. ചിലർ പറയും കുന്തിയമാതിരി പ്രാർത്ഥിക്കൂ, ആപത്ത് വരാൻ പ്രാർത്ഥിക്കൂ എന്ന്. ഞാൻ പറയും വെറുതെ എന്തിനാണ് ഈ ചുടുചോറ് വാരിക്കണത്? പറ്റണ പണി ചെയ്യിപ്പിച്ചാൽ മതി. കുന്തിക്ക് അത്ര ഉറപ്പാണ്. ഞാൻ പല പ്രഭാഷണങ്ങളും പറയാറുണ്ട്, വിളിച്ചാലാണ് ദ്രൗപദിക്ക് പോലും വരുന്നത് ഭഗവാൻ. ഈ അർജുനൻ എന്ന് പറയുന്ന ആൾ വിളിച്ചില്ലെങ്കിലും ഭഗവാൻ വന്ന് രക്ഷിക്കും. അർജുനൻ പോയി ചാടാത്ത കുഴപ്പങ്ങളില്ല. ആത്മഹത്യാ പ്രവണത ഏറ്റവും കൂടെ കാണിക്കുന്ന ആളാണ്. പക്ഷെ ഭഗവാൻ വന്ന് രക്ഷിക്കും വിളിച്ചില്ലെങ്കിലും. ആ സൗഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല. അത്ര കോൺഫിഡൻസ് അർജുനനുണ്ട്, അത്ര കോൺഫിഡൻസ് കുന്തിക്കുണ്ട്. നമ്മളെന്ത് പ്രശ്നത്തിൽപ്പെട്ടാലും ഭഗവാൻ വന്ന് രക്ഷിക്കുന്നുള്ള കോൺഫിഡൻസാണ് കുന്തിക്ക്. അർജുനൻ്റെ കോൺഫിഡൻസ് എന്താ വെച്ചാൽ ഭഗവാനിൽ നിന്ന് വേറിട്ടുള്ളൊരു മനസ്സ് അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം പോയി കുഴപ്പത്തിലൊക്കെ പെട്ടോളും, ഭഗവാൻ വന്ന് രക്ഷിച്ചോളും. നരനാരായണന്മാരായതുകൊണ്ട് ആ ഒരു സൗഭാഗ്യം അർജുനനുണ്ടായിരുന്നു. പക്ഷെ കുന്തിയെപ്പോലെ അത് പറയണം, ഭഗവാനെ ധൈര്യമായിട്ട് ആപത്തുകൾ തന്നോ, ഞങ്ങൾക്ക് ധാരാളം ആപത്തുതാ എന്ന് പറയണമെങ്കിൽ ഓരോ തവണയും ഭഗവാൻ വന്ന് നമ്മളെ രക്ഷിക്കും എന്ന് അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. എന്നിട്ട് പറയാം, ആ ദർശനം ഞങ്ങളെ ജനന മരണ മുക്തരാക്കിയിട്ട് എന്നേക്കുമായിട്ട് രക്ഷിക്കുന്ന പറഞ്ഞു. വെറുതെ ആപത്തൊന്നും രക്ഷിക്കുകയല്ല, മോക്ഷത്തെ തരും. അത് ഞങ്ങൾക്ക് അത്ര ഉറപ്പാണ്. കാരണം അങ്ങ് ഒന്നുമില്ലാത്ത ആൾക്കാർക്ക് വെളിപ്പെടുന്ന ആനന്ദനിധിയാണ്. കുലം, ഐശ്വര്യം, കീർത്തി, ഇങ്ങനെയുള്ള വിശേഷപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും മായയുടെ രൂപത്തിൽ, മായയുടെ പല രൂപങ്ങൾ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കിടന്ന് കഷ്ടപ്പെടണം അല്ലേ? അതിൽ അഹങ്കരിക്കുന്നവർക്ക് അങ്ങയുടെ നാമം ഉച്ചരിക്കാൻ പോലും അവസരം കിട്ടുന്നില്ല എന്ന് കുന്തി പറയുമ്പോൾ ചിലപ്പോൾ അത് കേട്ടിട്ട് യുധിഷ്ഠിരനൊക്കെ നെഞ്ഞത്തൊരു കൂത്ത് കിട്ടിയിട്ടുണ്ടാവും. കാരണം മഹാഭാരത യുദ്ധം എന്തിനുണ്ടായത്? ഈ കുലത്തിനും ഈ കീർത്തിക്കും അല്ലേ, ഐശ്വര്യത്തിനൊക്കെ വേണ്ടിയല്ലേ? ഇല്ലെങ്കിൽ 19 വയസ്സായിട്ട് ആരെങ്കിലും യുദ്ധക്കളത്തിൽ ഇറങ്ങുമോ? ഈ പ്രായത്തിൽ ഒരു ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട്. യുദ്ധം നടക്കുന്ന സമയത്ത് അവർക്കൊക്കെ ഏകദേശം 80 വയസ്സിൻ്റെ മുകളിലുണ്ട്. ആ പ്രായത്തിലും അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യണം. നമ്മൾ കരുതുന്ന മാതിരി 30 വയസ്സുള്ള അർജുനനൊന്നുമല്ല യുദ്ധം ചെയ്തത്. ഭീഷ്മർക്ക് 436 വയസ്സെങ്ങാണ്ട. ചെറിയ കാലയളവൊന്നുമല്ല അദ്ദേഹം ജീവിച്ചിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പരീക്ഷിത്ത് ജനിക്കുമ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. എത്ര തലമുറയെ കണ്ടു എന്ന് ആലോചിച്ചു നോക്കൂ. കണ്ടിട്ടില്ലെങ്കിലും അറിഞ്ഞു. അപ്പം എന്നിട്ട് അവിടുന്നും കടന്നിട്ടാണ് നമോ അകിഞ്ചന വിത്തായ നിവൃത്ത ഗുണവൃത്തയെ ആത്മാരാമായ ശാന്തായ കൈവല്യപതയെ നമ എന്ന് പറയും. അപ്പം നമ്മൾ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ജ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ എന്നുള്ളത് കുന്തിസ്തുതിയാണ്, കുന്തിസ്തുതിക്കണാണ്. പക്ഷേ അതൊന്നുമല്ല ഇതിലത്തെ പ്രധാന വരി. ഇതാണ് പ്രധാന വരി. അവസാനം വരല്ലേ, ആത്മാരാമായ ശാന്തായ കൈവല്യപതയെ നമ. കേവലമായിട്ടിരിക്കുന്ന അവസ്ഥ, ആബ്സല്യൂട്ടായിട്ട് താനല്ലാണ്ട് വേറൊന്നില്ല ഈ പ്രപഞ്ചത്തിൽ. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയെ പ്രാപിക്കലാണ് കൈവല്യം. കൈവല്യച്ച മോക്ഷം, അതിൻ്റെ പതി കൈവല്യപതയെ നമ. അപ്പം മോക്ഷം ആഗ്രഹിക്കണവൻ വെറുതെ ഈ കുന്തിസ്തുതി ഈ നാമത്തിനെ മാത്രം ജപിച്ചാൽ മതി. ഗുരുവായൂരപ്പനെ ധ്യാനിച്ചിട്ട് കൈവല്യപതയെ നമ, കൈവല്യപതയെ നമ, കൈവല്യപതയെ നമ ജപിച്ചു കഴിഞ്ഞാൽ കൈവല്യം ഉറപ്പാണ്. അത്രയും എളുപ്പമാക്കി തരുന്നുണ്ട്. അപ്പോൾ കുന്തിയുടെ ആ വിശേഷപ്പെട്ട സ്തുതി കേട്ട് ഭഗവാന്റെ അടുത്ത് ഭഗവാൻ ഒക്കെ കേട്ട് ഇങ്ങനെ തല കുമ്പിട്ട് അങ്ങോട്ട് നിന്നു. അച്ഛൻ്റെ പെങ്ങളാണ് സ്തുതിക്കണത് തന്നെ. അത് മുഴുവൻ കേട്ടോണ്ട് അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, ഗംഗാപ്രവാഹം പോലെ ഇടമുറിയാത്ത പ്രേമപ്രവാഹം നിനക്ക് ഞങ്ങളിൽ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന്. ഗംഗ ഒഴുകണ കണ്ടവർക്ക് മനസ്സിലാവും എന്താ ഗംഗാപ്രവാഹം എന്ന്. സാധാരണ ഒരു പുഴ ഒഴുകണ പോലെ അല്ല ഗംഗ. ഗംഗ എന്നുള്ള വാക്കിൽ തന്നെ ഉണ്ട് ഗംഗ, അങ്ങനെ കൊണ്ടുപോവാണ്. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും, പോയിക്കൊണ്ടുമിരിക്കും, അവസാനിക്കുകയില്ല. ഗംഗ വറ്റിയെന്ന് എവിടെയും കേട്ടിട്ടില്ല. അതുപോലെ ഇരിക്കട്ടെ നിനക്ക് ഞങ്ങളോടുള്ള സ്നേഹം. നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയാണ്. ഭഗവാനെ നിൻ്റെ സ്നേഹം, ഗുരുവായൂരപ്പനെ സ്നേഹിക്കാനാണ് പഠിക്കേണ്ടത് നമ്മൾ. ഭക്തി എന്നൊക്കെ പറയുമ്പോഴൊരു ഔപചാരികത വന്നു. ഭഗവാനെ സ്നേഹിക്കുക. കാരണം ഭഗവാൻ നമുക്ക് തരുന്ന സ്നേഹത്തിൻ്റെ കോടിക്കോടിയിലൊരു അംശം പോലും തിരിച്ചു കൊടുക്കാൻ നമ്മൾ എത്ര ജന്മെടുത്താലും നമ്മളെ കൊണ്ട് സാധിക്കില്ല. നമുക്കൊന്നും ഭഗവാൻ തന്നിട്ടില്ല എന്ന് പറയണതാണ് ഏറ്റവും വലിയ നന്ദികേട്. ഏത് മനുഷ്യനും ഏതവസ്ഥയിലും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഭഗവാന്റെ കൃപയില്ലാഞ്ഞിട്ടല്ല, നമ്മുടെ പൂർവകർമ്മത്തിൻ്റെ ശക്തിയാണ്. നമ്മുടെ കയ്യിലിരിപ്പാണ് നമുക്ക് കിട്ടേണ്ടതിനെ നിഷേധിച്ചിട്ടുള്ളത്. അത് മനസ്സിലായിക്കൊള്ളണം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഒന്ന് ചിരിച്ചു. ഒരു ചിരിച്ചിട്ട് ആ ദ്വാരകയിലേക്ക് പുറപ്പെടാൻ വീണ്ടും തേരിലേക്ക് കയറാൻ പോയപ്പോൾ ധർമ്മപുത്രൻ അങ്ങോട്ട് തടഞ്ഞു. ധർമ്മപുത്രൻ വളരെ മനസ്സ് വിഷമിച്ച്
ക്ഷുദ്രമായിട്ടുള്ള രാജ്യത്തിന് വേണ്ടിയിട്ട് താൻ കാരണം എത്രയെത്ര ഹിംസകൾ നടന്നു, എത്രയെത്ര പേര് മരിച്ചുപോയി, എത്രയെത്ര സ്ത്രീകൾ വിധവകളായി, എത്രയെത്ര കുട്ടികൾ അനാഥരായി, എത്രയെത്ര സ്ത്രീകൾ വിധവകളായി. വ്യാസാദി മഹർഷിമാരൊക്കെ എത്ര തരത്തിൽ ഉപദേശിച്ച് നോക്കിയിട്ട് ആരെങ്കിലും കേട്ടോ? ആരും കേട്ടില്ല. ഭഗവാൻ ഉപദേശിക്കണ ഭാവം നടിച്ചു, യുദ്ധം വേണ്ട എന്നൊക്കെ മാതിരിയൊക്കെ പറയണ മാതിരിയൊക്കെ അഭിനയിച്ചു. പക്ഷെ ഭഗവാൻ പറഞ്ഞതും കേട്ടില്ല. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാന്റെ അഭിപ്രായം വേറൊന്നായിരുന്നു. മഹാഭാരതത്തിൽ ആ ദൂതിന് പോകുന്ന സമയത്ത്, ഹസ്തിനപുരത്തിൻ്റെ പുറത്ത് തമ്പടിച്ച സമയത്ത് ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ ഈ യുദ്ധം ഉറപ്പാക്കും. ഭഗവാൻ യുദ്ധമില്ലാതെ പുതിയൊരു ലോകക്രമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ട് ഒരു തുള്ളി ചോര വീഴ്ത്താണ്ട് ഉണ്ടാക്കിയതായിരുന്നു യുധിഷ്ഠിരൻ്റെ രാജസൂയം. യുധിഷ്ഠിരനെ രാജാവാക്കി വാഴിച്ചു. താൻ മനസ്സിൽ കണ്ടിട്ടുള്ളൊരു ഭരണവ്യവസ്ഥ, താൻ ഒരിക്കലും രാജാവാവില്ല, പക്ഷെ താൻ ആഗ്രഹിക്കുന്ന ഒരു ഭരണവ്യവസ്ഥ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇന്ന് രാവിലെ ശ്രീരാമചന്ദ്രന് ശേഷം രണ്ടാമത് ധർമ്മം പുനഃസ്ഥാപിച്ചപ്പോൾ പുതിയൊരു ഭരണക്രമം അദ്ദേഹം കൊണ്ടുവന്നു. പക്ഷേ യുധിഷ്ഠിരൻ തൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ചൂത് കളിച്ച് കളഞ്ഞു. ഇനി രണ്ടാമതൊരു തവണ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരണം ചോര വീഴ്ത്താണ്ടെന്നുണ്ടെങ്കിൽ നടക്കില്ല. സോ ഭഗവാൻ ഗേവ് ദ ഫസ്റ്റ് ചാൻസ്. ആദ്യത്തെ ചാൻസ് ചോര വീഴ്ത്താണ്ട് തന്നെയാണ് സാമ്രാജ്യം ഉണ്ടായത്. പക്ഷെ അതിനെ നശിപ്പിച്ചു, ചൂത് കളിച്ച് കളഞ്ഞു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഭരണാധികാരികൾ അവനവൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ രാജ്യം നശിക്കുന്നു. കലിയുഗത്തിൻ്റെ ഒരു പ്രത്യേകത, അന്ന് കലി തുടങ്ങിയിട്ട് പോലുമില്ല. അപ്പോൾ ഭഗവാന് മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല, കാത്തിക്കുക. നാനാഭാഗത്തു നിന്നുള്ള ദുഷ്ടജന്മങ്ങളെ മുഴുവൻ കുരുക്ഷേത്രം എന്ന് പറഞ്ഞ പടക്കളത്തിൽ കൊണ്ടുവന്ന് ഇടുക. 27 വട്ടം ക്ഷത്രിയരെ നശിപ്പിച്ച പരശുരാമൻ മഴു കഴുകിയ സമന്തപഞ്ചകത്തിൽ, രക്തഹൃതങ്ങൾ തീർത്ത സമന്തപഞ്ചകത്തിൽ ഇങ്ങനെ കരിയില കൂട്ടിയിടുന്ന മാതിരി ഇങ്ങോട്ട് കൂട്ടിയിട്ടു എല്ലാറ്റിനെയും. എന്നിട്ട് അങ്ങോട്ട് തീ കൊളുത്തി മൂപ്പര് 18 ദിവസം കൊണ്ട് നശിപ്പിച്ച് ഒടുക്കി കൊടുത്തു. പാണ്ഡവന്മാരുടെ വശത്ത് ആകെ പാണ്ഡവന്മാരും പാഞ്ചാലിയും മാത്രമായി. അക്ഷൗഹിണികളൊക്കെ ദഹിച്ചു പോയി. തൻ്റെ സ്വന്തം സൈന്യം തന്നെ ഇല്ലാണ്ട പോയി. ഭഗവാന്റെ മനസ്ഥിതി മനസ്സിലാക്കാൻ വളരെ ആലോചിക്കണം. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, ഗുരുവായൂരപ്പൻ്റെ അടുത്ത് കളിക്കരുത്. സ്വന്തം വംശം നശിപ്പിക്കാൻ വേണ്ടി ഒരു മകൻ ജനിക്കാൻ വേണ്ടി ശിവനെ 1 വർഷം തപസ് ചെയ്ത ആളാണ്. നമ്മളാരെങ്കിലും ഓ ഭഗവാനെ എൻ്റെ കുടുംബം തുലയ്ക്കാനൊരു മകനെ തരണേന്ന് പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കില്ല. ഭഗവാൻ അത് ചെയ്ത ആളാണ്. വളരെ സൂക്ഷിക്കണം ഗുരുവായൂരപ്പൻ്റെ അടുത്ത് കളിക്കുമ്പോൾ. അതൊരു പൊട്ടനായിട്ടുള്ള കുട്ടിയല്ല. നമുക്കൊക്കെ സങ്കല്പിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക്, സങ്കല്പങ്ങളുടെയൊക്കെ അപ്പുറത്തേക്ക്, സങ്കല്പം നശിക്കുമ്പോഴാണ് അത്ര ബ്രഹ്മത്തെ അറിയുക. അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു കോസ്മിക് ബ്രെയിനാണത്. ആ ഭഗവാൻ പറഞ്ഞിട്ട് പോലും നടന്നില്ല എന്ന് ധർമ്മപുത്രർ പരാതി പറയണം. വാസ്തവത്തിൽ ഭഗവാന്റെ ഇച്ഛയായിരുന്നു യുദ്ധം നടക്കുക എന്നുള്ളത്. ഭഗവാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. കാരണം സാമം ദാനം കഴിഞ്ഞു, ഭേദവും കഴിഞ്ഞു, ദണ്ഡേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ എത്തിയപ്പോഴാണ് കത്തിച്ചത്. പണ്ട് ഗുരുവായൂർ ക്ഷേത്രം കത്തിയപ്പോൾ പ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞല്ലോ, നാണപ്പരമ്പരാന്തരുടെ ചാർത്തിലുണ്ട്, കുറേ കണ്ടു, കുറേ സഹിച്ചു, ഇനി അഗ്നി കൊണ്ടാവാന്ന് വിചാരിച്ചു എന്ന്. അതിനുള്ള വട്ടമൊക്കെ ഇപ്പം വീണ്ടും കൂടിക്കൂടി വരുന്നുണ്ട്. ഭഗവാന്റെ ക്ഷമ പരീക്ഷിക്കരുത്. അപ്പോൾ ധർമ്മപുത്രർ വ്യസനാക്രാന്തനായിട്ട് ക്ഷുദ്രായിട്ടുള്ള രാജ്യം താൻ കാരണം ഇങ്ങനെ കിട്ടിയിട്ട് എന്താ കാര്യം, ഇത്ര പേരെ കൊന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് ഭഗവാന്റെ അടുത്തൊരു ആശ്വാസം ചോദിച്ചാൽ ഭഗവാൻ പറഞ്ഞു, ഞാൻ കുറേ ന്യായങ്ങളൊക്കെ പറഞ്ഞൊക്കെ നോക്കി ഭഗവാൻ. എന്നിട്ട് പറഞ്ഞു, യുധിഷ്ഠിര ചേട്ടാ, അങ്ങേക്ക് മനസ്സിലാവില്ല, അങ്ങേക്ക് ഇതൊന്നും ഇപ്പോൾ തലേ കയറില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടി നേരെ ഭീഷ്മപിതാമഹൻ്റെ അടുത്തേക്ക് പോവാം. അദ്ദേഹം എന്തായാലും അവിടെ ശരശയ്യെ കിടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ പാണ്ഡവന്മാരൊക്കെ ഭീഷ്മരുടെ സമീപത്തേക്ക് ചെന്നു. വ്യാസാദി മഹർഷിമാരൊക്കെ അവിടെ വന്ന് കൂടി എല്ലാവരും. കാരണം എന്താ വെച്ചാൽ ഭീഷ്മരുടെ ശരീരം വിടേണ്ട ഒരു കാലം എടുത്തു കഴിഞ്ഞു. ഏകദേശം നവംബർ മാസത്തിലാണ് യുദ്ധം തുടങ്ങുന്നത്. ഡിസംബറോട് കൂടിയിട്ട് യുദ്ധം അവസാനിച്ചിട്ടുണ്ട്. പിന്നെ ഏതാനും ദിവസങ്ങളേ ഉള്ളൂ മകരത്തിലേക്ക്. ജനുവരി ഒരു പകുതിയോട് കൂടിയിട്ട് മകരമാസം തുടങ്ങി ഉത്തരായണം തുടങ്ങിക്കഴിഞ്ഞാൽ ഭീഷ്മർ ശരീരം വിടും. അപ്പോൾ ഭഗവാൻ അറിയാം, ഭഗവാന് 2 ഉദ്ദേശമാണ്. ഒന്ന്, യുധിഷ്ഠിരന് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ അറിയണം, അതൊരു അതോറിറ്റി ആയിട്ടുള്ള ആളുടെ നിന്ന് പഠിക്കണം. വെറുതെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. ഭഗവാന്റെ രീതി അതാണ്. നാരദന് പറഞ്ഞു കൊടുത്തില്ലല്ലോ, അശരീരിൽ എന്താ പറഞ്ഞു കൊടുത്ത്? ഭാഗവതം വായിക്കുകയെന്ന് മഹാവിഷ്ണു പറഞ്ഞു കൊടുത്തില്ല. ഭഗവാൻ പറഞ്ഞു, അറിവുള്ളവരാണ്, അന്വേഷിക്കുക, അറിവുള്ളവർ പറഞ്ഞു തരുന്ന പറഞ്ഞു. അപ്പോൾ അർഹതയുള്ളവനെ ഉപദേശിക്കാൻ അർഹതയുള്ളൂ. അപ്പോൾ ഭഗവാൻ മറ്റു രൂപങ്ങളിൽ കൂടെ പറയാം.
അവിടെ ഭീഷ്മരുടെ രൂപത്തിൽ കൂടെ ഉപദേശം കൊടുക്കണമെന്നാണ് ഭഗവാൻ വിചാരിച്ചത്. 2, ഭീഷ്മരുടെ മഹിമ എന്താന്ന് ഇപ്പോഴും ആൾക്കാർക്കറിയില്ല. 436 വർഷം ഭൂമിയിൽ ജീവിച്ചു അദ്ദേഹത്തിൻ്റെ മഹിമ എന്താന്ന് ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല. അത് അറിയിച്ചു കൊടുക്കണം. കാരണം ഭീഷ്മരുടെ മുഖത്ത് നോക്കിയിട്ട് ഭീഷ്മരുടെ തെറ്റെന്താന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏക ആൾ കൃഷ്ണൻ മാത്രമാണ്. എനിക്കെവിടെയാണ് പഴച്ചത് അച്യുതാന്ന് ചോദിക്കുന്നുണ്ട് ഒരിക്കൽ. അപ്പം പറയും, അങ്ങ് സ്വാർത്ഥിയാണ് പിതാമഹ. സ്വന്തം യശസ്, സ്വന്തം അച്ഛൻ്റെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു രാജകുമാരൻ എന്നുള്ള ധർമ്മം മറന്നില്ലേ? ഒരു രാജകുമാരൻ്റെ പ്രധാന ധർമ്മം എന്താ? പ്രജകളോട്, അച്ഛനോടല്ല. അച്ഛൻ ഒരു സ്ത്രീയുടെ പുറകെ പോയി ആ സ്ത്രീയുടെ അച്ഛൻ ഒരു കെട്ടതായിട്ടുള്ള ഒരു നിബന്ധന പറയുമ്പോൾ അച്ഛൻ ആ പെണ്ണിനെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങയുടെ ജനങ്ങളെ അനാഥരാക്കിയില്ലേ? അന്ന് ഈ വംശം നശിച്ചു. ഈ വംശത്തിൽ കലർപ്പ് വന്ന വംശം നശിച്ചേ പോകുള്ളൂ എന്ന് പറഞ്ഞു. സത്യവതി എന്നവിടെ കാല് വെച്ചോ, സത്യവതിക്ക് ഒരൊറ്റ മെറിറ്റേ ഉള്ളൂ, വ്യാസനെ പ്രസവിച്ചു എന്നുള്ളത് മാത്രം. സത്യവതി എന്ന് കാല് വെച്ചോ കുരുവംശം നശിച്ചു. വർഗസങ്കരം വന്നു. സ്വാർത്ഥത കൊണ്ടുവരുന്നത് സത്യവതിയാണ്. സത്യവതിയുടെ അച്ഛനും സത്യവതിയും കൂടെയാണ് അവിടേക്ക് സ്വാർത്ഥത കൊണ്ടുവരുന്നത്. വ്യാസൻ സ്വന്തം അമ്മയെപ്പോലും വിചാരണ ചെയ്യാണ്ട് വിട്ടിട്ടില്ല. അതാണ് മഹാത്മാക്കൾ. സത്യവതി പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് വ്യാസൻ അംബയെ പ്രാപിക്കണത്, അല്ല അംബികയെ പ്രാപിക്കണത്. അംബാലികയെ പ്രാപിക്കാൻ പോയി, അവൾ പേടിച്ച് വളർത്തു, പാണ്ഡു ജനിച്ചു. അംബികയെ പ്രാപിക്കാൻ പോയപ്പോൾ അവൾ പേടിച്ച് കണ്ണടച്ചു. വിരൂപനായിട്ടുള്ള ആൾ ധൃതരാഷ്ട്രർ ജനിച്ചു, കണ്ണ് കാണാത്തവൻ. 3ാമതും അംബികയെ പ്രാപിക്കാൻ വീണ്ടും പറഞ്ഞയച്ചപ്പോഴാണ് അവളൊരു ദാസി അവിടെ കൊണ്ടുവരുത്തി. ആ ദാസി സ്വീകരിച്ചു. അവൾക്ക് വിതുരനുണ്ടായി. പക്ഷെ അവൻ ദാസീപുത്രനായതുകൊണ്ട് രാജാവായതുമില്ല. വംശം തൊലഞ്ഞു പോയില്ലേ? എന്നിട്ടോ ഭീഷ്മർ എന്തൊക്കെ ചെയ്തു നോക്കി. അവസാനം നന്ദി കെട്ടവനാണ്, പാണ്ഡവന്മാരുടെ സൈഡിൽ നിൽക്കുന്ന ആളാണെന്നുള്ള ചീത്തപ്പേരൊക്കെ കേട്ട് പടക്കളത്തിൽ രാത്രി പടകുടീരത്തിൽ പോലും പോകാണ്ട മുറിവുകൾ മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് നിൽക്കുക. രാവിലെ എണീക്കുക, വീണ്ടും യുദ്ധം ചെയ്യുക. ഭീഷ്മരെ കാലനെ പോലെ നിന്നു എന്നാണ് പറയണത് പടക്കളത്തിൽ. ആ സമയത്ത് ഭഗവാൻ പറഞ്ഞു, ഞാൻ ആയുധം എടുക്കില്ല. ഭീഷ്മർ പ്രതിജ്ഞ ചെയ്തു, ഭഗവാനെ കൊണ്ട് ഞാൻ ആയുധം എടുപ്പിക്കുന്നു. ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിക്കണമെങ്കിൽ എത്രമാത്രം ആക്രമം ഭീഷ്മർ അവിടെ അഴിച്ചുവിട്ടുണ്ടാവും നമ്മൾ ആലോചിക്കണം. ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിച്ചു. വഴി കിടക്കണ ഒരു തേർച്ചക്രം എടുത്തിട്ട് അടിക്കാൻ പോയി ഭീഷ്മരെ. ചിത്രത്തിൽ കാണുന്ന മാതിരി സുദർശനമൊന്നുമല്ല. ഭഗവാന്റെ ശരീരം മുഴുവൻ കീറി മുറിഞ്ഞു. അർജുനൻ ഏകദേശം മരണപ്രായനായി അമ്പുകൾ കൊണ്ടിട്ട്. ഈ 436 വയസ്സുള്ള ആളിൽ നിന്നിട്ട് 80 വയസ്സുള്ള ആൾക്കാരെ അലക്കണത്. അപ്പോൾ ഭഗവാൻ ആ തേർച്ചക്രം എടുത്തിട്ട് കോപാന്ധനായിട്ട് ഭീഷ്മരുടെ തലക്കടിക്കാൻ പോകുന്ന സമയത്ത് അസ്ത്രശസ്ത്രങ്ങളൊക്കെ തേർത്തട്ടിലിട്ടിട്ട്, മാധവ നിന്റെ കൈകൊണ്ടുള്ള മരണം മോക്ഷം എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങടിയിരുന്നു. അതാണ് ഭീഷ്മർ. അപ്പോൾ ആ ഭീഷ്മരുടെ മഹിമ എന്താണെന്ന് അറിയിച്ചു കൊടുക്കണമെന്ന് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു ഭഗവാൻ. ഞാൻ ഭീഷ്മസ്തുതി വിസ്തരിച്ച് വ്യാഖ്യാനിച്ച് യൂട്യൂബ് കിടപ്പുണ്ട്. ആറന്മുള പാർത്ഥസാരഥി അവരുടെ ഒരു ഗ്രൂപ്പിന് വേണ്ടി ചെയ്തതാണ് ഞാനത്. ഓരോ ശ്ലോകമായിട്ട് എടുത്തിട്ട് വിസ്തരിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എഴുത്തച്ഛനെ ഏറ്റവും കൃഷ്ണൻ്റെ രൂപത്തിൽ ഇഷ്ടം ഭീഷ്മരുടെ സ്തുതിയിലത്തെ ഒരു വിഷ്വലാണ്. ആ വിഷ്വൽ ഞാൻ പറയാം. അങ്ങനെ അവരെല്ലാവരും ചെന്ന ഭീഷ്മപിതാവിനെ കണ്ട് യഥോചിതം പൂജിച്ച് അദ്ദേഹം ഇവരുടെ ദുരിതം കണ്ടിട്ട് പറഞ്ഞു, പാണ്ഡുപുത്രന്മാരെ നിങ്ങൾ ധർമ്മത്തിൻ്റെ ഒപ്പം നിന്നു, ഭഗവാനും നിങ്ങളുടെ കൂടെയുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് എന്താ ഇത്ര ദുരിതം എന്നിങ്ങനെ സ്വയം തന്നോട് തന്നെ ചോദിക്കണ പോലെ ഒരു ആത്മകഥം ചെയ്തു. അതിനുശേഷമാണ് ആ വിസ്തൃതമായിട്ടുള്ള രാജനീതിയുടെ ശാസ്ത്രം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത്. മഹാഭാരതത്തിൽ 120 അധ്യായങ്ങളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അനുശാസന പർവ്വം, അത് കഴിഞ്ഞ് വിഷ്ണു സഹസ്രനാമം പറഞ്ഞു കൊടുക്കണു. അങ്ങനെയൊക്കെയാണ് മഹാഭാരതത്തിൽ അത് പോകുന്നത്. പക്ഷേ ഇവിടെ വിഷ്ണു സഹസ്രനാമം ഒന്നും വരുന്നില്ല. അങ്ങനെ പറയും, പാണ്ഡുപുത്രന്മാരെ നിങ്ങളിങ്ങനെ ധർമ്മത്തെ ആശ്രയിക്കുകയും ഭഗവാനെ ആശ്രയിക്കുകയും ചെയ്ത് നിൽക്കുന്നവരായതുകൊണ്ട് നിങ്ങളിങ്ങനെ കഷ്ടപ്പെടാൻ ഒരർഹത നിങ്ങൾക്കില്ല. കാരണം നിങ്ങൾ കഷ്ടപ്പെടാൻ പാടില്ല. പക്ഷെ ഭഗവാന്റെ സങ്കല്പം എന്ന് പറയണത് ആർക്കറിയാം? നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അവിടുന്ന് യോഗമായ കൊണ്ട് ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് പരമസുഹൃത്തിൻ്റെ വേഷത്തിലും ദൂതൻ്റെ വേഷത്തിലും തേരാളിയുടെ വേഷത്തിലുമൊക്കെ ആ മഹാത്മാവ് വർത്തിക്കണു. പക്ഷേ എന്നിട്ടും നിങ്ങൾക്ക് ഓരോ നിമിഷവും ആപത്തും വരണു. അതെന്താ ആലോചിക്കണ്ടേ എന്ന് ചോദിച്ചു. അതായത് ഭഗവാൻ രൂപത്തിൽ വന്ന് ഒപ്പം നിന്നിട്ട് പോലും, നേരത്തെ കുന്തി എവിടെ പറഞ്ഞ് അവസാനിപ്പിച്ച്, നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ ആപത്ത് വന്നുകൊണ്ടിരുന്നാലേന്ന്. ഇവിടെ പറയുക, ഇവൻ കൂടെ നിന്നിട്ട് ഈ പറഞ്ഞ സകല രൂപത്തിൽ നോക്കൊരു പരിചാരകനെ പോലെയൊക്കെയാണ് നിൽക്കുന്നത്.
ഒരു കൂടപ്പറപ്പിനെ പോലെ ഒരു തേരാളിയായിട്ട് ശമ്പളക്കാരൻ്റെ ജോലി അതുപോലും എടുത്തിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കണു. എന്നിട്ട് നിങ്ങൾക്ക് എന്താ ഈ ആപത്തുകൾ അടിക്കടി വരുന്നത്? ആർക്കും അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ ലീല എന്നല്ലാണ്ട് എന്ത് പറയാൻ ഭീഷ്മർ പറയണ്ടെങ്കിലും യുധിഷ്ഠിരന് കത്തും. എടോ, ഈ നിൽക്കുന്നത് ബ്രഹ്മമാണ്, ഇതിനെ ബ്രഹ്മമായിട്ട് തിരിച്ചറിയുക, അന്ന് നിങ്ങളുടെ സകല പ്രശ്നവും നിൽക്കും. അല്ലാണ്ട് രൂപത്തിൽ കുടുങ്ങരുത്. ഇന്നലെ ഞാൻ പറഞ്ഞു, ഭഗവാന്റെ ഒരു രൂപത്തിലും കുടുങ്ങരുത്, രക്ഷപ്പെടില്ല. എന്തു ഭക്തിയുടെ പേര് പറഞ്ഞാലും രൂപത്തിൽ കുടുങ്ങിയാൽ രക്ഷപ്പെടില്ല. കുറൂരമ്മ പോലും എങ്ങനെയാണ് കടന്നതെന്ന് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു. അപ്പോൾ ഇവിടെ പറയാണ്, അങ്ങയുടെ ലീല എന്നല്ലാണ്ട് എനിക്കിതിൽ കൂടുതൽ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ഭീഷ്മർ ഭഗവാനെ നോക്കിയിട്ട് പ്രസിദ്ധമായിട്ടുള്ള ആ സ്തുതി എങ്ങനെയാണ് ആ സ്തുതിക്കണമെന്നൊന്ന് പറയാം. അത് ഒന്ന് വിസ്തരിക്കാം. കാരണം ഭഗവാന്റെ രഹസ്യം എന്താണെന്ന് യുധിഷ്ഠിരൻ മാത്രം ചിലപ്പോൾ ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവും, ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് ഭീഷ്മർക്ക് തോന്നി. ഈ ചോദ്യമൊക്കെ ചോദിച്ചു, പക്ഷെ ഇത് കത്തിയിട്ടില്ല. എന്നാൽ ഒരു കാര്യം ചെയ്ത് കളയാം, എനിക്കെന്തായാലും ശരീരം വിടണം, ഭഗവാനെ സ്തുതിക്കുകയും വേണം. കൂട്ടത്തിൽ ഞാൻ ഈ സ്തുതിക്കണേ കൂടി ഇവർ മനസ്സിലാക്കിക്കോട്ടെ, ഇവരുടെ കൂടെ ഈ തേരാളിയായും കൂടപ്പറപ്പായും സുഹൃത്തായും ഒക്കെ നടക്കണവൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് ഞാനൊന്ന് പറഞ്ഞു കൊടുക്കണ പോലെ അങ്ങോട്ട് സ്തുതിക്കാം. മരിക്കണ നേരത്തും പരോക്ഷമായിട്ടേ പറയുള്ളൂ. അതാണ് ഈ ദേവന്മാരുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ. അവർ ഒരിക്കലും നേർക്ക് പറഞ്ഞു തരില്ല. നമ്മുടെ ഒരു എഫർട്ട് വേണം. നമ്മളിന്ന് ആഗ്രഹിക്കുന്നതൊക്കെ സ്പൂണിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കോരിത്തരണം എന്നാണ്. നമ്മുടെ ധർമ്മത്തിൽ സ്പൂൺ ഫീഡിങ് ഇല്ല. സ്വപ്നത്തിൽ വിചാരിക്കേണ്ട, എത്ര ജന്മം ജനിച്ചാലും സ്പൂൺ ഫീഡ് ചെയ്തിട്ട് ഒന്നും കിട്ടില്ല. സ്വന്തം എഫർട്ട് ഇടണം. ഇവിടെ ഇരുന്ന് 500 സപ്താഹം കേട്ടാലും നമ്മുടെ എഫർട്ട് ഇട്ടില്ലെങ്കിൽ നമുക്ക് ഭഗവാനെ കിട്ടില്ല. അതാണ് ഈ ധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ പവർ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ആദ്യ ഗുരു എന്ന് പറയണത് ഇവിടെ ഇരിക്കുന്ന ആളുടെ അച്ഛനാണ്. അങ്ങോര് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, നല്ലോണം ഉരച്ചു നോക്കിയിട്ടും നല്ലോണം ചിന്തിക്കണവനും ഒക്കെ മാത്രമേ ഇതൊക്കെ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ കാണിച്ച് പൊക്കോട്ടെ, കുഴപ്പമില്ല എന്ന്. അല്ലാണ്ട് എല്ലാ ആഴ്ചയിലും ഒരു പ്രത്യേക ദിവസം ആരാധനാലയത്തിൽ വരണം, അവിടെ വന്ന് പ്രാർത്ഥിക്കണം, മുട്ടിലിരിക്കണം, ഇതൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്തുണ്ടായി? നമ്മളൊക്കെ തോന്നിയവാസികൾ പോയി. നമ്മൾ സ്വതന്ത്രരായി. വേണമെങ്കിൽ പോയാൽ മതി. എന്നിട്ട് ധർമ്മം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആ വിവേചന ബുദ്ധി ഉണ്ടാക്കുക, അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഭക്തിയോട് കൂടിയിട്ട് ഭക്താവേശ്യ മനോയസ്മിൻ വാചായന്നാമകീർത്തയൻ ത്യജൻ കളേവരം യോഗി മുച്യതേ കാമകർമ്മഭി. ഭക്തിയോട് കൂടിയിട്ട് മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് ഭഗവാന്റെ നാമം ഉച്ചരിച്ചിട്ട് ശരീരം വിടണ യോഗി കാമകർമ്മങ്ങളിൽ നിന്നൊക്കെ മോചിതനായിട്ട് ഭവിക്കണു എന്ന് ഭീഷ്മർ പറഞ്ഞു. അതുകൊണ്ട് ദാ ജഗദീശ്വരൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കണു, ദാ എൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ഗുരുവായൂരപ്പൻ. ഭഗവാൻ മനുഷ്യ ശരീരം എടുത്തിട്ട് ഞാൻ ശരീരം വിടുന്നതിന് സാക്ഷിയാവാൻ വന്നിട്ട് ഇവിടെ നിൽക്കുക. ഇതിൽ പരം ഭാഗ്യം എനിക്ക് എന്താ വേണ്ടത്? അങ്ങനെ ആ ഭഗവാൻ നോക്കിയിരിക്കുക, ഞാൻ ദേഹം ഉപേക്ഷിക്കാൻ പോണു. ഭഗവാന്റെ ആ മധുരമായിട്ടുള്ള മന്ദഹാസം കൊണ്ട് തിളങ്ങണ മുഖത്തോട് കൂടിയിട്ടുള്ള ആ രൂപത്തെ കണ്ണിലിങ്ങനെ ഉറപ്പിച്ച് അതിനെ ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് ഞാൻ ശരീരം വിടാൻ പോണു എന്ന് പറഞ്ഞിട്ട് വിസ്തരിച്ചിട്ട് ധർമ്മോപദേശം നടത്തി അത്ര ഭീഷ്മർ. ഭാഗവതം പറയണ അങ്ങനെയാണ്. ആ സമയത്താണ് ധർമ്മോപദേശം. അതിനുശേഷം ഉത്തരായണകാലമായി. ഇത് അനവധി ദിവസമാണ്, ഒരു ദിവസമൊന്നുമല്ല ഉപദേശം. രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് വേഗം ഊണ് കഴിക്കാറാകുമ്പോഴേക്കും തിരിച്ചു വന്നിട്ടൊന്നുമല്ല. അനവധി ദിവസം കൊണ്ടാണ്. ജലപാനം ഉപേക്ഷിച്ചിട്ട് പിതാമഹൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. തല ഇങ്ങനെ താഴ്ന്നു കിടക്കുമ്പോൾ ആദ്യം ശരശയ്യ വീഴുമ്പോൾ തല വീണ് കിടക്കണോ, എനിക്ക് നിങ്ങളെ ഒന്നും കാണാൻ പറ്റുന്നില്ല അവർ. അപ്പോൾ ദുര്യോധനൻ പട്ടുതലേണയൊക്കെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഇങ്ങനത്തെ തലേണയാണോ തരിക? അർജുന, യോദ്ധാവിന് ചേർന്ന തലേണതാ പറഞ്ഞപ്പോൾ 3 ശരങ്ങൾ കൊണ്ട് തല കുത്തി നിർത്തി കൊടുത്തു. വെള്ളം കുടിക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ മധുരപാനീയങ്ങളും പലതും കൊണ്ടുവന്നപ്പോൾ ഇതാണോ എനിക്ക് തരികയെന്ന് ചോദിച്ചു. അർജുനൻ അസ്ത്രം ഭൂമിയിൽ എഴുതിട്ട് ജലധാര ഉണ്ടാക്കിയിട്ട് അത് വായിലേക്ക് വീഴ്ത്തി കൊടുത്തു. യോദ്ധാവാണ്, യോദ്ധാവ്, ഫൈറ്റർ. വെറുതെയാണ് ഭീഷ്മൻ എന്ന് പേര് വന്നത് ദേവവ്രതന്. അത്ര ഗംഭീരൻ, ഭയത്തെ ഉണ്ടാക്കുന്നവൻ, ശത്രുക്കൾക്ക് അമിതമായ ഭയത്തെ ഉണ്ടാക്കുന്നവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള പ്രതിജ്ഞ ചെയ്തവൻ. അങ്ങനെയുള്ള ആ ഭീഷ്മർ ഭഗവാനിൽ ആ പൊടുന്നനെ മൗനത്തിലായി. അത്രയും നേരം വാചാലനായിട്ട് സംഭാഷണം ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് പെട്ടെന്ന് സൂര്യൻ ഉത്തരായണത്തിലേക്ക് പ്രവേശിച്ചു, വടക്കോട്ടുള്ള യാത്ര ആരംഭിച്ചു എന്ന് മനസ്സിലാക്കിയ ആ സംക്രമ സമയത്ത് അദ്ദേഹം മൗനത്തിലായി. മനസ്സ് പൂർണ്ണമായിട്ടും നിസ്സംഗമാക്കി. സത്സംഗത്വേ നിസ്സംഗത്വം എന്നല്ല പറഞ്ഞു അല്ലേ? ഭഗവാന്റെ സ്വരൂപത്തിൽ ഉറപ്പിച്ചു. മുൻപിലിരിക്കണ ചതുർഭുജനായിട്ടുള്ള വസുദേവൻ്റെ
വസുദേവപുത്രനിൽ വാസുദേവനിൽ കണ്ണടയ്ക്കാണ്ട് ഒരു നിമിഷം അടച്ചു പോയാൽ പോലും നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളതുകൊണ്ട് കണ്ണിങ്ങനെ തുറന്നിട്ട് ആ ഭഗവാനെ അങ്ങനെ നോക്കി. ഭീഷ്മർക്ക് കാണാൻ പറ്റണ ഭാഗത്തിൽ ഭഗവാൻ നീങ്ങി നിന്ന് കൊടുത്തിട്ടുണ്ടാവണം. കാരണം ഭീഷ്മർ ഇങ്ങനെ കിടന്നിട്ടല്ലേ കാണുന്നത്. അദ്ദേഹത്തിന് നമ്മളെമാതിരി എണീച്ച് നിന്നിട്ട് കാണാൻ, നമ്മളിവിടെ എണീച്ച് നിന്നിട്ട് ഭഗവാൻ മുന്നിൽ വന്ന് നിന്നാൽ പോലും നോക്കൂല. പിന്നെയാണ് മുൻപിലിരിക്കണ ചതുർഭുജനായിട്ട് ആ സമയത്ത് ഭഗവാനെ 4 തൃക്കരങ്ങളോട് കൂടിയിട്ട് ഭീഷ്മർ കണ്ടു എന്നാണ്. വിശുദ്ധമായിട്ടുള്ള ഭാവമായി മനസ്സിൽ. എല്ലാ അശുഭഭാവങ്ങളും പോയി. ഇന്ദ്രിയഭ്രമങ്ങളിൽ നിന്നൊക്കെ മനസ്സിനെ പിന്തിരിപ്പിച്ചു. വാക്കിനെ മനസ്സിനെ പ്രാണനിൽ ഇങ്ങനെ അടക്കിയിട്ടാണ് യോഗി ശരീരം വിടുക. അതിനൊരു ക്രമമുണ്ട്. അങ്ങനെ ശരീരം വിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരില്ല, എവിടെയും ജനിക്കില്ല, ഭഗവാനിലേക്ക് നേരിട്ട് പോകും. അങ്ങനെ ഇന്ദ്രിയഭ്രമങ്ങളിൽ നിന്നൊക്കെ ചിത്തത്തെ പിന്തിരിപ്പിച്ചിട്ട് ആ ദേഹബോധം കൈവിട്ടു. ശരീരം മുഴുവൻ ഒന്ന് ആലോചിച്ച് നോക്കും. എത്ര ദിവസമായിട്ട് ഇത്രയും അസ്ത്രങ്ങൾ അർജുനൻ അങ്ങോട്ട് പെയ്തു കൂട്ടി അസ്ത്രങ്ങൾ മുഴുവൻ കൂടെ കീറി മുറിഞ്ഞ് കിടക്കുകയാണ്. ആ യുദ്ധം പിന്നെയും നടന്നു കഴിഞ്ഞു. 10ാമത്തെ ദിവസമാണ് വീഴുന്നത്. 8 ദിവസം പിന്നെയും യുദ്ധം കഴിഞ്ഞു. 8 ദിവസത്തെ യുദ്ധം കഴിഞ്ഞ് അതിൻ്റെ പൊടിപടലങ്ങൾ, അപ്പുറത്ത് മരിച്ചു വീഴുന്നവരുടെ ചോര, ചലം ഇതൊക്കെ ശരീരത്തിൽ വീണിട്ടുണ്ട്. പഴുത്തൊലിക്കാൻ വേണ്ടതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ശരീരത്തിൽ. അങ്ങനെ കിടക്കണ ഒരാളാണ് ഇത്ര ശാന്തനായിട്ട് ഈ ഉപദേശം കൊടുക്കുന്നത്. നമ്മളെ കൊണ്ട് സാധിക്കുമോ? അപ്പം മനസ്സിന് എത്രമാത്രം ബലം ഉണ്ടാവണം. രമണ മഹർഷിക്ക് ക്യാൻസറിന് സർജറി ചെയ്യുമ്പോൾ അനസ്തീഷ്യ തരണ്ടാ പറഞ്ഞത്ര, ഞാൻ മനസ്സിനെ അവിടുന്ന് വലിച്ചോളാൻ പറഞ്ഞു. മുതുകത്ത് സർജറി നടക്കുമ്പോൾ അദ്ദേഹം വർത്തമാനം പറഞ്ഞുകൊണ്ട് കിടന്നു എന്നാണ് പറഞ്ഞു. അത് യോഗികൾക്ക് സാധിക്കുന്നതാണ്. അങ്ങനെ മനസ്സ് പൂർണ്ണമാക്കിയിട്ട് ഭഗവാനിൽ ഉറപ്പിച്ചു. എന്നിട്ടാണ് സ്തുതിക്കണത്.